ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നെയിംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് തേർഡ് പാർട്ടാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിൽ നമ്മൾ എന്താണ് ഇതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഓക്കെ, ഇതുവരെ മീൻസ് എടുക്കട്ടെ, ഇതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയത്. സോ നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, വായിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ തീർക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് തീർക്കാം. ഓക്കെ, സോ നോക്കോളാം. കുഞ്ഞിച്ചിരുത had come across many Indians on the streets. കുഞ്ഞിച്ചിരുതയായിരുന്നു അവളുടെ ക്ലാസ്സിലെ ആകെയുള്ള ഒരു ഇന്ത്യൻ, പക്ഷേ സ്ട്രീറ്റിൽ അതായത് അവിടെ ആ ഒരു തെരുവിലോ ന്യൂജേഴ്സി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു വഴിയോരങ്ങളില്ലേ, നമ്മൾ റോഡ് സൈഡ് എന്ന് പറയും, ആ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് ഇന്ത്യൻസ് പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ക്ലാസ്സിൽ അവൾ മാത്രമേ ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെയുള്ള ആളുകളൊക്കെ ഈ അമേരിക്കയിലൊക്കെ പോയി സെറ്റിൽ ആവില്ലേ, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ അവിടെയും പോയി സെറ്റിലായി എന്നൊക്കെ അവൾ കണ്ടു. ഓക്കെ, she had a pleasant surprise when she met പ്രകാശ്. അവൾക്ക് ഒരു വലിയ അത്ഭുതമായിരുന്നു പ്രകാശ് എന്ന് പറയുന്ന ഒരാളെ കണ്ടപ്പോൾ. പ്രകാശ് ran a confectionery near her school. അതായത് അവളുടെ സ്കൂളിന്റെ അടുത്ത് പ്രകാശ് എന്ന് പറയുന്ന ആ ഒരു കൺഫെക്ഷണറി എന്ന് വെച്ചാൽ ബേക്കറി കേട്ടോ, ഒരു കൺഫെക്ഷണറി, ഒരു കുഞ്ഞു ക്യാൻറ്റീൻ എന്ന് പറയില്ലേ, ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. പ്രകാശ് അതായിരുന്നു നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഓക്കെ, ഈ മുട്ടായൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമില്ലേ, അത് തന്നെ സ്കൂളിന്റെ അടുത്തൊക്കെ. കുഞ്ഞിച്ചിരുത thought he looked remarkably like her uncle. അതായത് കുഞ്ഞിച്ചിരുതയ്ക്ക് അയാൾ കണ്ടപ്പോൾ തോന്നി അവളുടെ അങ്കിൾ ഹാരിഷിനെ പോലെ തോന്നുന്നു. അങ്കിൾ ഹാരിഷ് കേട്ടോ. ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയായി. ഇതിനകത്ത് കോമയും ഫുൾ സ്റ്റോപ്പും എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. സോ only പ്രകാശ് looked a lot older. അതായത് പ്രകാശിനെ കാണാൻ കുറച്ച് അധികം വയസ്സായ പോലെ ഉണ്ടായിരുന്നു. Almost as old as മുത്തശ്ശൻ. അതായത് അവളുടെ മുത്തശ്ശന്റെ ഒരു പ്രായം. മുത്തശ്ശൻ മീൻസ് അമ്മയുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോ. He had gazed curiously at her. അതായത് അയാൾ ആദ്യമേ അവളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആദ്യം ഇങ്ങനെ വന്നു കുറച്ച് നേരം ഉറ്റുനോക്കി മീൻസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കൂലേ, അത് തന്നെ. The first time she bought some candy from the stall. അതായത് ആ ഒരു കടയിൽ നിന്നും അവൾ ആദ്യമായിട്ട് കുറച്ച് കാൻഡീസ്, മുട്ടായി വാങ്ങിച്ചു. സോ all her classmates called him Mr. പ്രകാശ്. അവളുടെ എല്ലാ ക്ലാസ്മേറ്റ്സും അവളെ എന്ത് ചെയ്തായിരുന്നു, മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചിരുന്നത്. പ്രകാശ് ഇതാണ് കാണിക്കാൻ മറന്നുപോയി. ഓക്കെ, സോറി, അവളെല്ലാം അദ്ദേഹത്തെ. സോ all her classmates called him Mr. പ്രകാശ്. അതായത് അവളുടെ എല്ലാ ക്ലാസ്മേറ്റുകളും ആ ഒരു മിസ്റ്റർ പ്രകാശ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചോണ്ടിരുന്നത്. കുഞ്ഞിച്ചിരുത thought it rude എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രൂഷ്യൽ മീൻസ് ഒരു ബഹുമാനമില്ലാണ്ട് എടോ പ്രകാശേ എന്ന് അങ്ങനെ വിളിക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തു എന്ന് പറയാണ്. ബാക്ക് ഹോം ഇൻ കേരള she would have called him പ്രകാശ് അങ്കിൾ. ഓക്കെ, പക്ഷേ അവൾ കേരളത്തിൽ എന്ന പോലെ പ്രകാശ് അങ്കിൾ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചോണ്ടിരുന്നത് കേട്ടോ. അപ്പം പിന്നീട് the next time she went to the stall, Prakash patted her affectionately on her head. അതായത് അടുത്ത പ്രാവശ്യം അവൾ കടയിൽ പോയപ്പോൾ പ്രകാശ് എന്ന് പറയാൻ പ്രകാശ് അങ്കിൾ ഇല്ലേ, പ്രകാശ് അങ്കിൾ എന്ത് ചെയ്തു, അവളുടെ തലയിൽ ഇങ്ങനെ പാറ്റഡ് മീൻസ് ഇങ്ങനെ തലോടി, സ്നേഹത്തോടെ തലോടി. ഓക്കെ, what do people call you dear? എന്നിട്ട് ചോദിക്കാണ്, എന്താണ് നിന്നെ ആളുകൾ വിളിക്കുന്നത്? അപ്പൊ പറയാണ് കുഞ്ഞിച്ചിരുത. എന്താണ് കുഞ്ഞിച്ചിരുത? അപ്പം ഇങ്ങനെ അവള് പറയണേ കുഞ്ഞിച്ചിരുത എന്ന് തന്നെ വിളിക്കുന്നേ. പ്രകാശ് ഐസ് widened എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു അത്ഭുതം കൊണ്ടിട്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കൂലേ, അതേനും കുഞ്ഞിച്ചിരുത ഇങ്ങനെ കുഞ്ഞിച്ചിരുതയോ. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുത ഭയങ്കര സന്തോഷിച്ചു. പ്രകാശ് uncle was the first person outside
her family to pronounce her name perfectly. അതായത് ചിലർക്ക് ഭയങ്കര സന്തോഷമായി. പ്രകാശ് എന്ന് പറയുന്ന ആ ഒരാൾ മാത്രമായിരുന്നു ആദ്യമായിട്ട് അവളുടെ ആ ഒരു സ്ഥലത്തുള്ള അവളുടെ ഫാമിലിയിൽ പെടാത്ത ഒരാളായിരുന്നു ആദ്യമായിട്ട് അവളുടെ നെയിം, അവളുടെ കുഞ്ഞിച്ചിരിത എന്ന് പറയുന്ന ആ ഒരു പേര് ആദ്യമായിട്ട് പ്രൊനൗൺസ് ചെയ്തത്. എൻ്റെ പേര് കേരളത്തിൽ പോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹബീബ എന്ന് കേൾക്കുന്നത് അമീബ എന്നായിരിക്കും കേൾക്കുന്നത്. എൻ്റെ ഇരട്ട പേരാണ്. ഓക്കെ, ഹരണയം പെർഫെക്റ്റ്ലി ന്യൂജേഴ്സിയിലെ ഒരാൾ ആദ്യമായിട്ടാണ് അവളുടെ പേര് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് beamed at him. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ സന്തോഷത്തോടെ അവളുടെ തല ഇങ്ങനെ കുലുക്കി. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? സോ നെക്സ്റ്റ്, പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അതായത് പ്രകാശ് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? നിന്നെ പോലെ കുഞ്ഞിച്ചിരുത പേരുള്ള കുട്ടികളൊക്കെ ഉണ്ടോ? ഹി വണ്ടേർഡ് അലൗഡ്. അയാൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. എന്താണ്, പ്രകാശ് മാത്രമല്ലായിരുന്നു കുഞ്ഞിച്ചിരുത എന്ന പേരുമായിട്ട് അത്ഭുതപ്പെട്ടത്. പിന്നെ ആരായിരുന്നു? She had faced the question several times after she became old enough to talk about it. So, എന്താണ്, അവൾ ഇതിനു മുമ്പേ ഒരുപാട് പ്രാവശ്യം ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അവൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, old enough to talk. Of course, she knew very well how she got her name. പക്ഷേ അവൾക്കറിയാമായിരുന്നു അവൾക്ക് എങ്ങനെയാണ് ഈ ഒരു പേര് കിട്ടിയത് എന്ന്, കുഞ്ഞിച്ചിരുത എന്ന് പറയുന്ന പേര് കിട്ടിയതെന്ന്. So she taught him about her great grandmother who became a school teacher at the age of 18. അതായത് അവളുടെ അവൾ പ്രകാശോട് പറയാൻ ഒരുങ്ങി. അതായത് അവൾക്കൊരു ഗ്രാൻഡ് മദർ, മുതുമുത്തച്ചി എന്നൊക്കെ പറയും. മുതുമുത്തച്ചിയുടെ അവള് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. മുതുമുത്തച്ചി 18 വയസ്സിലെ ഒരു സ്കൂൾ ടീച്ചറായ ഒരു വ്യക്തിയായിരുന്നു അവള്. സോ 18 പീരീഡ്. She had only seen a fading photograph of the great grandmother. Fading means മങ്ങിയത്. സോ ഒരു മങ്ങിയ ഫോട്ടോ മാത്രമായിരുന്നു അവളുടെ ഗ്രാൻഡ് മദറിനെ കണ്ടിരുന്നത്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നിർത്തുന്ന പാട്ടായിട്ടിരുന്നത്. നിങ്ങൾക്ക് ബോറടിക്കും. സോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.